പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റമദാൻ കാലം വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും പുണ്യങ്ങൾ തേടുകയാണ് പ്രവാസി വിശ്വാസികളും. പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടേതുമായിരിക്കും. മനസ്സും ശരീരവും പാകപ്പെടുത്തി റമദാനിന്റെ പുണ്യത്തിൽ അലിയാൻ പുണ്യകാലത്തിലേക്ക് വിശ്വാസികൾ കണ്ണുനട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിനങ്ങളേറെയായി. സൽക്കർമ്മങ്ങൾക്ക് വാരിക്കോരി പ്രതിഫലം ലഭിക്കുന്ന റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് വിശ്വാസികൾ. റമദാൻ വന്നടഞ്ഞതോടെ പ്രവാസലോകത്തെ നാടും നഗരവുമെല്ലാം സജീവമാവുകയാണ്. പ്രഭാത നമസ്കാര ബാങ്ക് വിളി ഉയരും വരെ പുണ്യദിനം വന്നെത്തിയതിന്റെ സന്തോഷത്തിലാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. ഈ വർഷത്തെ റമദാനിൽ പങ്കെടുക്കാൻ, അതായത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധ റമദാൻ മുഴുവനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും റമദാനിനെ നല്ല രൂപത്തിൽ തന്നെ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം. ഈ പ്രവാസ ജീവിതത്തിൽ അനേകം പ്രയാസങ്ങൾക്കിടയിലും നമുക്ക് നോമ്പ് നോക്കുവാൻ കഴിയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പുണ്യങ്ങളുടെ പൂക്കാലം ഒരിക്കൽ കൂടി വന്നെത്തുമ്പോൾ പ്രാർത്ഥനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ നവീകരിക്കാനാണ് മതപണ്ഡിതർ വിശ്വാസികളോട് ഉണർത്തുന്നത്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന, അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന വിശുദ്ധ റമദാൻ വന്നെത്തി. അടങ്ങാത്ത പ്രതീക്ഷയും ആഗ്രഹവും പ്രത്യാശയും അതിലപ്പുറം ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാഥനുമായി, ഈ പ്രപഞ്ച സൃഷ്ടാവുമായി അടുക്കാനും സുഹൃതങ്ങൾ ധാരാളം ചെയ്യാനുമൊക്കെയുള്ള വലിയ ഒരു സീസൺ. അതിനേക്കാൾ അപ്പുറം സന്തോഷം മറ്റൊന്നെന്താണ്? അൽഹംദുലില്ലാ, ആ സന്തോഷത്തിൻ്റെ നാളുകളിലാണ് വിശ്വാസി സമൂഹമുള്ളത്. അനശ്വര വിജയത്തിലേക്കുള്ള പാതയാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടേതും അനുഗ്രഹങ്ങളുടേതും മാത്രം. സുബൈറുദ്ദീനൂർ, 24 ദമ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.